പാവപ്പെട്ട ഞങ്ങളൊക്കെ കഞ്ഞി വെച്ചിട്ട് ഉപ്പിട്ട് കുടിക്കുക, അതേ വഴിയുള്ള വേറെ ഒരു വഴിയില്ല. നമ്മളെ വരുമാനത്തിന് താഴ്ന്നുള്ള ചിലവല്ല നമുക്ക് ഉണ്ടാവണത്. നമ്മളെ വരുമാനം കൊണ്ടൊന്നും സാധനങ്ങൾ വാങ്ങി പറ്റിക്കാൻ നമുക്ക് പറ്റുന്നില്ല. തക്കാളി മാർക്കറ്റിൽ ഇപ്പോൾ 3000 പെട്ടിക്ക് വരുന്ന വില നമുക്ക് ഒരു 3-4 രൂപ കിട്ടുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പെട്ടി തക്കാളിയിൽ 5-6 കിലോ വേസ്റ്റ് വരുന്നുണ്ട്. കാരണം ഒഴിവാക്കാൻ പറ്റുന്നില്ല. തക്കാളി, സവാള അല്ലെങ്കിൽ മുളക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. സാധാരണക്കാരന്റെ നടുവൊടിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറി അടക്കമുള്ളവയ്ക്കും പൊള്ളുന്ന തീവിലയായതോടെ അടുക്കള ബജറ്റ് താളം തെറ്റിയിരിക്കുകയാണ്. തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി ഇവയ്ക്കെല്ലാം 100-ന് മുകളിലാണ് വില. ട്രോളിംഗ് നിരോധനമായതോടെ പച്ചക്കറിയെ ആശ്രയിച്ചവർക്കത് വലിയ തിരിച്ചടിയാണ്. അതുപോലെ തന്നെ കുടുംബ ബജറ്റും താളം തെറ്റിയിരിക്കുകയാണ്. കുറവാണ്. പോരാതെ നമുക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെ റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണോ എന്തിപ്പോൾ പച്ചക്കറി വാക്കിയാൽ പിറ്റേ ദിവസം വാടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര നഷ്ടം വരുന്നത്. അതെ, അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പതിവാണ് വില കൂടണം. പക്ഷെ ഇത്രയും കൂടാറില്ല. എങ്ങനെ തക്കാളി മാർക്കറ്റിൽ ഇപ്പോൾ 3000 പെട്ടിക്ക് വരുന്ന വില നമുക്ക് ഒരു 3-4 രൂപ കിട്ടുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പെട്ടി തക്കാളിയിൽ 5-6 കിലോ വേസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. സവാള മാർക്കറ്റ് 21, നമ്മൾ മുക്കിൽ 22 രൂപ വരുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ പൊതുവെ ധാരണ വെച്ചാൽ നമുക്ക് ഭയങ്കര ലാഭം എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. തക്കാളിക്ക് വില കൂടി, തക്കാളി കൊണ്ട് കറി വെക്കേണ്ടെന്ന് ഇത്ര കണക്കൊക്കെ വെച്ചാൽ മതി. തക്കാളി 140 അല്ലേ, ഉള്ളി 120. ആൾക്കാർ കറിയൊന്നും വെക്കണ്ട. ഇനി ചോറ് മാത്രം വെച്ചിട്ട് വല്ല ഉപ്പിട്ട് കഞ്ഞിയും കുടിക്കുന്നല്ല. അല്ലാതെ പിന്നെ പച്ചക്കറി മേടിച്ച് കറി വെക്കാൻ പറ്റില്ല, മീനും മേടിച്ച് കറി വെക്കാൻ പറ്റില്ല. മീനും ഇല്ല, മീനുള്ള മീനിന് വില കൂടെ. 1 കിലോ ചാളക്കാണെങ്കിൽ 280 രൂപ, 300 രൂപ. പച്ചക്കറിക്ക് അതിലും വലിയ വില. പാവപ്പെട്ട ഞങ്ങളൊക്കെ കഞ്ഞി വെച്ചിട്ട് ഉപ്പിട്ട് കുടിക്കുക, അതേ വഴിയുള്ള വേറെ ഒരു വഴിയില്ല മക്കളെ. അതാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ഞങ്ങൾ 500 രൂപ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തൊക്കെ കഴിയാൻ പോലും തികയില്ല. 1 കിലോ തക്കാളി മേടിച്ച് വരുമ്പോൾ തന്നെ എത്ര 45 രൂപയാകും. അല്ലെങ്കിൽ 1 കിലോ ഉള്ളി മേടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 1 കിലോ ഉള്ളിക്ക് 120 രൂപയാണ് 1 കിലോ ഉള്ളിയുടെ വില. 40 രൂപ കിടന്ന ഉള്ളിയാണ്. അപ്പം ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ജീവിക്കാനൊരു വഴിയില്ല. ശമ്പളം 500 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം 500 രൂപ എനിക്ക് പണിയെടുത്തിട്ട് ഇന്ന് കിട്ടിയെന്നിരിക്കട്ടെ. വണ്ടിക്കാശം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 400 രൂപയാണ്. എൻ്റെ വീട് അരുക്കുറ്റിലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ 400 രൂപയുണ്ട്. ഈ 400 രൂപ കൊണ്ട് എൻ്റെ വീട്ടിൽ അന്നത്തെ ഒരു ദിവസത്തെ ചിലവ് കഴിഞ്ഞ് പോകാൻ പറ്റണില്ല. 1 കിലോ തക്കാളി, 1 കിലോ ഉള്ളി, അല്ലെങ്കിൽ 100 പച്ചമുളക്, 1/2 കിലോ ചാളയും മേടിച്ച് വരുമ്പോൾ തീർന്ന്. പിന്നെ അരി മേടിക്കണമെങ്കിൽ വേറെ പിന്നെ റേഷൻ കടയിൽ അരി കിട്ടണതുകൊണ്ട് രക്ഷപ്പെട്ടു പോകണം. കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. ഇന്ധന വിലയ്ക്കൊപ്പം പാചകവാതകത്തിനും വില കൂടിയതോടെ അടുക്കളയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീട്ടമ്മമാർ. പാചകവാതകത്തിന്റെ ഉപയോഗം സർവ്വസാധാരണമായതോടെ വിറകടുപ്പുകൾ ചെറിയ വീടുകളിൽ പോലും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ വിറകും കിട്ടാത്ത സാഹചര്യവുമാണ്. വീട്ടാവശ്യത്തിനുള്ള ഒരു സിലിണ്ടർ കഷ്ടിച്ച് 1 മാസത്തേക്ക് മാത്രമേ തികയുന്നുള്ളൂ. നമുക്ക് നിത്യോപയോഗത്തിന് വേണ്ട സാധനമാണ് കൂടുതൽ. ഇതിൽ തീവിലയാണ്. അപ്പോൾ സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടാണ് വാങ്ങിക്കാൻ. ഇഞ്ചി പിന്നെ കുറച്ച് മതി, 100 ഗ്രാമൊക്കെ വീട്ടാവശ്യത്തിന് മതി. അതിൻ്റെ പേരിൽ അത് അങ്ങനെ ചില ഐറ്റം കുഴപ്പമില്ല. എന്നാലും ഇപ്പം തക്കാളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിത്യോപയോഗത്തിന് വേണ്ട സാധനങ്ങളാണ്. അതൊരു ഇത്തിരി അടുത്ത കൈയായി പോയി. ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളല്ല പറയണ്ട. അതെ 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 പറ്റുന്നില്ല. കാരണം ഒഴിവാക്കാൻ പറ്റുന്നില്ല. തക്കാളി, സവാള അല്ലെങ്കിൽ മുളക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. വില കൂടിയ നമുക്ക് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശിന് തന്നല്ലേ നമുക്ക് ആ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ കടക്കാരോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന കാശിനല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അവരോട് നമുക്ക് വേറെ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞ നമ്മളെ വരുമാനത്തിന് താഴ്ന്നുള്ള ചിലവല്ല നമുക്ക് ഉണ്ടാവണത്. നമ്മളെ വരുമാനം കൊണ്ടൊന്നും
സാധനങ്ങൾ വാങ്ങി പറ്റിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അരിക്ക് തന്നെ ഇപ്പോൾ എത്ര 55 രൂപയും കണ്ടാണ്. ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾ എങ്ങനെയാണ് വാങ്ങണേ? മീനിനും ബുദ്ധിമുട്ടാണ്. അതെ, മീനിന് ട്രോളിങ് നിരോധനം ആയതുകൊണ്ട് മീനിനും നല്ല കാശ് വേണം. അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വിലക്കയറ്റം സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഴ തുടരുന്നതിനാൽ വില ഉടനെ താഴാനുമിടയില്ല. അതേസമയം ഇതിനു പുറമെ സേവനങ്ങൾക്കുള്ള ഫീസിലും വൻ വർധന ആവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവിലയിൽ മുങ്ങിയ സംസ്ഥാനത്ത് ഇതിലും മഴ കനത്താൽ വില വീണ്ടും ഉയർന്നേക്കും. ഇത് ജനങ്ങൾക്കിടയിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകും. ബന്ധപ്പെട്ട വകുപ്പുകളും അധികാരികളും അടിയന്തരമായി തന്നെ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കുടുംബ ബജറ്റിൽ താളം തെറ്റി നിൽക്കുന്ന മലയാളിയുടെ നടുപൊടിയും എന്നതിൽ തർക്കമില്ല.